പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. മറ്റ് ആത്മബന്ധങ്ങളായ കുടുംബാംഗങ്ങളുടെ വിനീതമായ നമസ്കാരം. കോയമ്പത്തൂർ വാര്യ കുടുംബ സംഗമത്തിൽ കുടുംബ അംഗമായ ഞാൻ പ്രസംഗിക്കുകയും നിങ്ങൾ അംഗങ്ങളായ മറ്റുള്ളവർക്ക് നീണ്ട പ്രസംഗം കേൾക്കാൻ സമയം പോലെയെങ്കിൽ മുരളീജി നല്ല പ്രസംഗത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ എന്തെങ്കിലും ചിലത് പറയണമെന്ന് വിചാരിച്ച് ചില ചിന്തകൾ മുന്നിൽ വയ്ക്കുന്നു. കോയമ്പത്തൂർ വാര്യ കുടുംബത്തിന്റെ ബാഹ്യവും ആന്തരികമായ വളർച്ച കാണുന്ന സന്തോഷമുണ്ട്. ബാഹ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കരണ്ട് ഇല്ലാത്ത വലിയ ഗുണമൊന്നുമില്ലാത്ത ഹാള് നടത്തി കൊല്ലം ഒന്നാന്തരം ഹാളില് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അത് സന്തോഷം. ആന്തരികം എന്നത് നല്ല ക്വാളിറ്റി പ്രോഗ്രാംസ് ഇപ്രാവശ്യം ഇതുവരെ ആസ്വദിക്കാൻ സാധിച്ചു. ഇനിയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന പ്രോഗ്രാംസ്, അംഗസംഖ്യകളും കൂടി കാണുന്നത് വളരെയധികം സന്തോഷം. മുരളീജിയുടെ നേതൃത്വത്തിന് ശേഷം ഭാര്യ സമാജം വളരെയധികം വേഗത്തിൽ വളർന്നു വരുന്നത് അങ്ങേറ്റം കേരളത്തിലൊട്ടാകെയായാലും കേരളത്തിന് പുറമെയായാലും താരതമ്യം നോക്കുകയാണെങ്കിൽ അടുത്ത കാലത്ത് സംസ്കൃത ടീച്ചർമാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയി. അതിനെക്കാട്ടും എത്രയോ ഭംഗിയായിട്ട് നിന്ന് വൈകുന്നേരത്തെ ഈ സമ്മേളനം. അതുപോലെ ജ്യോത്സ്യന്മാരുടെ ഇന്റർനാഷണൽ സമ്മേളനമായിരുന്നു. അതിൽ തൃശ്ശൂരുള്ള ജ്യോത്സ്യന്മാർ പോലും ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. വലിയൊരു ഹാളിൽ കുറച്ചുപേര് ഇന്ന് ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. എന്നാൽ ഇന്നത്തെ ഹാൾ നിറഞ്ഞു കാണുന്നത് അംഗങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന്റെ അനുമോദനങ്ങൾ. ഭാര്യ സമാജത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ സഹായവും ഇതേ വരെ തന്നവരെ തന്നെ ഈ ഭാവിയിൽ തുടർച്ച് ഉണ്ടാവുമെന്നുള്ള വിശ്വാസം. പിന്നെ ഒന്നിട്ട് ചെറിയ കാര്യങ്ങൾ. ഡോക്ടർ കണ്ണൻജിയുടെ മക്കളുടെ സുന്ദരമായ പ്രകടനം കാണാനിടയിൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കരുത്, എന്തിനാണ് ഈ നല്ല കുട്ടികളെ കൊണ്ട് ഈ നശിച്ച വിദ്യാഭ്യാസം പഠിക്കുന്ന സ്കൂളുകൾ കൊണ്ട് എന്തുകൊണ്ട് ധൈര്യമായിട്ട് അവരെ ആ സ്കൂളിൽ നിന്ന് വെളുത്തിയെടുത്ത് അവർക്ക് കഴിവുള്ള കല നല്ലപോലെ ട്രെയിനിങ് കൊടുത്ത് വാര്യന്മാരായ നമുക്ക് ആ കുട്ടികളെ സംസ്കൃതവും ക്ഷേത്രക്കാർ ഇതെല്ലാം പഠിപ്പിക്കാൻ കുറേ കൂടെ മുൻകൈ എടുത്തുള്ള അദ്ദേഹത്തിന്റെ റെസ്പോൺസ് കണ്ടപ്പോൾ സന്തോഷം തോന്നി. വളരെ ഓപ്പണായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് പറയുമ്പോൾ എല്ലാവർക്കും അതിന് വിരോധം തോന്നും. അങ്ങനെ ആ പ്രഷർ കൊണ്ടാണ് പലർക്കും മുൻകൈ എടുത്ത് ഞങ്ങളിപ്പോ വാര്യന്റെ ഫാർമസിയിൽ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ പരീക്ഷ നടത്തുന്നുണ്ട്. അതിലൊരു വാര്യ കുട്ടി പോലും ചേർന്നിട്ടില്ല. 14 മക്കളുണ്ടായത് ജാതകം നോക്കിയെടുത്തു. സൂര്യനാരായണ യോഗമുള്ള കുട്ടികളെ വെളിച്ചാമ 4 മണിക്ക് എണീപ്പിച്ച് ഇന്നിപ്പോ ലക്ഷ്മി ആയുർവേദ ഹോമം നടത്തി. പരീക്ഷയ്ക്ക് മുൻപ് നല്ലപോലെ പഠിച്ച് പാസ്സാവാൻ വേണ്ടിയുള്ള 2000-ഓളം കുട്ടികൾ വന്നിരുന്നു. അത് പകുതി പേരും വന്ന് ചോദിച്ചത് ഈ കുട്ടികൾ ആരാണ്, ഇവരേമാതിരി ഞങ്ങളുടെ കുട്ടികളെ ആക്കുമോ? ഒരു പ്രൊഫസർ ഓഫ് കെമിസ്ട്രി അവര് തന്നെ വേണമെങ്കിൽ വിട്ടു വന്ന ഈ കുട്ടികളുടെ കൂടെ ടീച്ചറായിരിക്കുവാനും അവരുടെ മകളെ കൊണ്ട് ചേർക്കാനും തയ്യാറായിട്ടുണ്ട്. അങ്ങനെ 2-3 പേര് വരുന്നുണ്ടായി. ഈ സഭയിലുള്ള ചെറുപ്പക്കാരെ പറഞ്ഞിട്ട് കാണുന്നത് നിങ്ങളുടെ മക്കളെ ആരെങ്കിലും ധൈര്യമായിട്ട് അതിന് വിട്ടുതരണം. എന്റെ തന്നെ സിംഗപ്പൂരിലെ മരുമകളുണ്ട്. MSc സയന്റിസ്റ്റ് ആണ്. വലിയ പൊസിഷൻ ഉണ്ടായിരുന്നു. ധൈര്യമായിട്ട് ആ ജോലി വലിച്ചറിഞ്ഞ് ഒരു ആയുർവേദ കേന്ദ്രം, ഭാരതീയ കലകൾ പ്രൊമോട്ട് ചെയ്യുന്ന കേന്ദ്രം സിംഗപ്പൂരിൽ വളരെ സക്സസ്ഫുൾ ആയി നടത്തി വരുന്നുണ്ട്. എന്റെ മറ്റു മരുമക്കളുടെ കുട്ടികളുടെ പ്രകടനം ഉണ്ടായതിലൂടെ ഇവർക്ക് നല്ല നല്ല കലാകാരന്മാരാക്കി നല്ല വാര്യന്മാരാക്കാണ്ട് ടീച്ചർമാരെ കൊല്ലാനുള്ള ഒരു സംസ്കാരം പഠിപ്പിക്കാതെ സ്കൂളുകളിൽ നിന്നും വിഴുത്തി നല്ല ഒരു വാര്യ സമുദായം ഭാവിയിൽ ഇന്ന് MBA പഠിച്ചു വരുന്നവർക്ക് തന്നെ 5000 രൂപ കൊണ്ട് ശമ്പളം കിട്ടാത്ത ഒരവസ്ഥ എത്തിയിട്ട് ഒരു കൊല്ലം 3,25,000 MBA പാസ്സാവുന്നുണ്ട്. അതിൽ 18,000 പേർക്ക് മാത്രമേ ജോലിയുള്ളൂ. സങ്കടം തോന്നുന്നു. പാവപ്പെട്ട അച്ഛനമ്മമാര് ബാങ്കുകൾ എടുത്ത് അവരെ പഠിപ്പിക്കുന്നുണ്ട്. MBA പഠിച്ചാൽ എന്തോ സ്വർഗലോകത്ത് വേലെത്താമെന്നുള്ള തെറ്റിദ്ധാരണ. ടെലിഫോൺ ഓപ്പറേറ്റർ ജോലി പോലും കിട്ടുമോ ചോദിക്കുന്നത് ഞാനിപ്പോ കളിയാക്കി പറയാൻ നമ്മുടെ അമ്പലത്തിന്റെ പുറത്ത് ചെരുപ്പ് കലക്ട് ചെയ്യുന്ന വയ്ക്കുന്ന ജോലി അതുപോലെ MBA ചെയ്യാനുള്ള അവസ്ഥ വരാൻ പോവുകയാണ്. നേരെ മറിച്ച് സംസ്കാരത്തിന്റെ സംരക്ഷകന്മാരായിരുന്നു
വാര്യന്മാർ. ക്ഷേത്രമായിരുന്ന സംസ്കാരത്തിന്റെ കേന്ദ്രം. ക്ഷേത്രങ്ങൾ കുറെ നന്നാവുന്നുണ്ട്, കുറെ നശിച്ചു കിടക്കുന്നുണ്ട്. ദിവസം പ്രതി ഞങ്ങളുടെ ആൾക്കാരെന്ന് ചോദിക്കുന്നത് ഈ ക്ഷേത്രം ഏറ്റെടുക്കാൻ സാധിക്കുമോ, വേറെ ക്ഷേത്രം എന്തുകൊണ്ട് വാര്യന്മാർക്ക് ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിലും ഈ മാതിരി കലകൾ ഈ കൊല്ലം മാനവർക്ക് കോമ്പറ്റീഷന് വളരെയധികം കഴിഞ്ഞ വർഷത്തെ കണ്ടുകൊണ്ടെന്ന് കേട്ടു. സന്തോഷമായിട്ടുള്ള വാർത്ത. ക്ഷേത്രങ്ങളിൽ നടത്തിക്കൂടെ. ഇവിടെ തന്നെ നമ്മുടെ വിനായകരുടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനേക്കാളും എല്ലാ മീറ്റിംഗും പറയും എത്രയോ എഞ്ചിനീയർമാർ ജോലി ചെയ്യാൻ നടക്കേണ്ടത്, ഒരാൾ കൂടി നടക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാ നല്ല കലാകാരനാണ്, ധൈര്യമായി വിട്ട് അമ്മയും അച്ഛനും തുടങ്ങിയിട്ടുള്ള ഒരു കലാ സ്ഥാപനമുണ്ട്, അത് വളർത്തിയെടുക്കാനും. കേരളത്തിലാണ് കലകളുടെ ഏറ്റവും വലിയ കൾച്ചറൽ ക്യാപിറ്റൽ. എന്നാൽ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റ് കേരളമാണ്. അതേ സ്റ്റേറ്റിലാണ് ഏറ്റവും അധികം പ്രാന്തന്മാർ, ആത്മഹത്യ ചെയ്യുന്നവർ, ഡൈവോഴ്സ് നടക്കുന്ന സ്റ്റേറ്റ്. അപ്പൊ ആ കലാ സംസ്കാരം എല്ലാം നശിപ്പിക്കുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അപേക്ഷ നല്ലപോലെ ചിന്തിച്ച് നിങ്ങളുടെ കലാകാരന്മായ മക്കളെ ആ രൂപത്തിൽ അവരെ പഠിപ്പിക്കുക, ജ്യോത്സ്യം പഠിപ്പിക്കുക. ഇന്ന് നല്ല ജ്യോത്സ്യന്മാരെ കിട്ടാനില്ല. ഞങ്ങളിവിടെ ആരോഗ്യമാമസിൽ ഒരു ടീം ഓഫ് ജ്യോത്സ്യന്മാരെ വെച്ചിരിക്കുന്നത്. 5 പേരാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. എന്നാൽ പോലും അതിൽ ആൾക്കാരെ കിട്ടാനില്ല. ഓരോ ജ്യോത്സ്യം നല്ല വരുമാനമുണ്ട്. നല്ല ജ്യോത്സ്യമാണെങ്കിൽ അത് സംശയമില്ല, മാസം 50,000 രൂപ ഉണ്ടാക്കാം. നല്ലൊരു യോഗാചാര്യനാണെങ്കിൽ യോഗ പഠിപ്പിച്ചാൽ എത്ര പേര് വരുന്നുണ്ട്. നല്ലൊരു വൈദ്യനാണെങ്കിൽ പറയേണ്ടതില്ല. കാലം കൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആയുർവേദ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അപേക്ഷകൾ വരുന്നുണ്ട്. വെറും കൂലിപ്പണിക്ക് വേണ്ടി മാത്രം വൈദ്യം പഠിച്ചു എന്ന വലിയൊരു തലമുറയുണ്ടെന്ന്. ഇന്ന് ഏത് കോളേജിൽ പോയി വൈദ്യം പഠിക്കണമെങ്കിലും ക്യാപിറ്റേഷൻ ഫീ കൊടുക്കണം. ക്യാപിറ്റേഷൻ കൊടുക്കാൻ പറ്റുന്ന കൂട്ടർ അന്യമതസ്ഥരാണ്. കാരണം കള്ള് കച്ചവടം നടത്തുന്നവരും അല്ലാത്ത കച്ചവടം നടത്തിയവരുടെ കയ്യിലാണ് 5-10 ലക്ഷം കൊടുത്ത് സീറ്റ് മേടിക്കാൻ സാധിക്കുക. നേരെ മറിച്ച് എന്തുകൊണ്ട് ഭാര്യമാരുടെ ദാരിദ്ര്യ കോളേജ് പഴയ രീതിയിലുള്ള ഗുരുകുല സമ്പ്രദായത്തിൽ നമുക്ക് നടത്തിക്കൂടെ? മുരളീജിമാരിനോടുള്ള അപേക്ഷ ഈ രൂപത്തിൽ ചിന്തിക്കണം. എന്ത് സെഷൻ പറഞ്ഞാലും അതിന് വേണ്ട എല്ലാ മുൻകൈയെടുത്ത് താമസിക്കാതെ അത് നടപ്പിൽ വരുത്തുന്ന ഒരു നല്ല വ്യക്തി നമുക്ക് നമ്മുടെ കൂടെയുണ്ട്. കൂടുതൽ അധികം നേരം സംസാരിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് നമുക്ക് മീറ്റിംഗിന് ശേഷം ചർച്ച ചെയ്യാം. എന്തെങ്കിലും കൺസ്ട്രക്റ്റീവായിട്ട് കാലം കൊണ്ട് സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കാണുന്നു. ഇത് സമൂഹം മാത്രമാണ് നശിക്കുന്നത്, കൂടെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ വാര്യസമാജം കണ്ടു പറയുന്നത് അധികകാലം വഴുകാതെ വാര്യസമാജത്തിന്റെ ആവശ്യമില്ലാതെ വരും. കാരണം എല്ലാ വാര്യന്മാരും അവരുടെ മക്കളെയോ അവരോ അന്യ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വിവാഹം കഴിച്ച് വാര്യസമാജത്തിന്റെ 100-ാം വർഷം വരുന്നതിന് മുൻപേ അതിന്റെ സമാജത്തിനും കൂടി ആവാതെയുണ്ട്. കാത്തു രക്ഷിക്കാൻ വേണ്ടി പല സംരംഭവും തുടങ്ങിയതിനെ കുറിച്ച് മുരളീജിയുടെ വിശദീകരിക്കുന്നതായിരിക്കും ഈ അവസരം തന്നത്. അപ്പോഴും സുരേഷിക്കും കണ്ടെത്തൂർ വാര്യസമാജ സംഘാടകർക്കും എന്റെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ വാര്യന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ലോക നന്മയ്ക്ക് വരുന്ന കുടുംബങ്ങൾക്കും ഭഗവാൻ നരേന്ദ്രയുടെ ആരോഗ്യ സൗഖ്യം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.